ഇനി ഗൾഫിൽ വലിയ സ്കോപ്പൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലോക്കലൈസേഷൻ്റെ സത്യാവസ്ഥ എന്താ? അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ടപ്പിനെ ബാധിക്കുമോ? അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇതിനൊക്കെ കൗണ്ടറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടു ഓൾ ഫൗണ്ടേഴ്സ്. സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ലോക്കലൈസേഷൻ ഒക്കെ അല്ലേ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സെഗ്മെന്റ് UAE-ലാണെങ്കിലും 20% ആയി തുടങ്ങി. ജോബ് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിങ്ങളൊരു ഒരു ഒരു സ്പെസിഫിക് കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ആ സ്കില്ല് നിങ്ങളത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ദർ ഇസ് എ ചാൻസ്. അതല്ല ഒരു ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു യൂണീക്ക് ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മിഡിൽ ഈസ്റ്റ് എന്നുള്ള എല്ലാ കൺട്രികളും നമ്മൾ വെൽക്കം ചെയ്യാണ് ചെയ്യേണ്ടത്. തോന്നുന്നത് സൗദിയിലാണ് കുറച്ചുകൂടെ നാഷണലൈസേഷൻ കൂടുതലുള്ളത്, സൗദി എംപ്ലോയീസിനെ സ്റ്റാഫുകളെ വെക്കേണ്ടത്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 100% സൗദിയൈസേഷൻ നാഷണലൈസേഷൻ ഉള്ള സെഗ്മെന്റുകൾ സെക്ടറുകൾ പോലും ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യൻസാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാഫുകളായിട്ട് എംപ്ലോയി ആയിട്ട് സ്റ്റാഫായിട്ട് വെക്കാൻ പറ്റുന്ന ആളുകൾ സൗദിയിൽ തന്നെ അതിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ സൗദിയിലുണ്ട്. അതും കൂടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ. പക്ഷെ അതൊരിക്കലും ഒരു സൗദി പോലെ അല്ലെങ്കിൽ മറ്റൊരു GCC മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടല്ല. ഓൺ ചെയ്യുന്നതിന് കമ്പനി ഓൺ ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടല്ല. ഒറ്റ മന്ത്രമേ ഉള്ളൂ, ബി മാസ്റ്റർ ഇൻ സംതിങ്. അത് ആർട്ട് ആവാം, അല്ലെങ്കിൽ സ്പോർട്സ് ആവാം, ബിസിനസ് ആവാം, എന്തിലും ആവാം. പക്ഷെ അതിലൊരു മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും സ്പേസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.